ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൃത്യമായ ഒരു ഉപദേശമാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുക. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ഈശോ ഈ ഭൂമിയിൽ വന്ന് ചെയ്തതൊക്കെ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചതും കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങളാണ്. നല്ല മാതൃക നൽകാനായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഇന്ന് കുറഞ്ഞു പോകുന്നതും നല്ല മാതൃകകളാണ്. ഇഷ്ടംപോലെ കാര്യങ്ങള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തില് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോവുകയാണ്. നന്മ ചെയ്യണമെന്ന് 1000 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തില് ഒരു പ്രാവശ്യം പോലും നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ല. പരാജയമാണ്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. മക്കൾക്ക് വേണ്ടത് വാക്കുകളല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തികൾ കണ്ടാണ് എൻ്റെ മക്കള് നന്മ പഠിക്കേണ്ടത്. കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം കണ്ടുവേണം മക്കൾ വളരാനായിട്ട്. മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടുവേണം മക്കള് പ്രാർത്ഥിക്കാനായിട്ട്. പറഞ്ഞു കൊടുത്താൽ പോരാ, ജീവിത മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിലായിരുന്നിട്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് എത്രമാത്രം നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചില നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാറുണ്ട്, അല്ലേ? തുടങ്ങും. ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ആരും എനിക്ക് പരിഗണന നൽകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ തുടങ്ങിയ പല നന്മകള് നമ്മൾ നിർത്തിയിട്ടില്ലേ? ഈ കളിയാക്കലുകളിലും പരിഗണന ലഭിക്കാതിരിക്കുന്നതിലും ഉപേക്ഷിക്കേണ്ടതല്ല എൻ്റെ ജീവിതത്തിലെ നന്മകള്. നന്മ ചെയ്ത് നീ കാണിച്ചു കൊടുക്കേ. നിനക്ക് പ്രതിഫലം നൽകുന്നത് നിന്റെ ദൈവമാ. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനുമല്ല നിനക്ക് പ്രതിഫലം നൽകേണ്ടത്, മറിച്ച് ദൈവമാണ്. ദൈവ തിരുമുമ്പില് വിശ്വസ്തതയോടുകൂടി ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്നും മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുന്ന ഒരു ജീവിതമായിരിക്കട്ടെ. ദുർമാതൃക നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, അല്ലെ? എന്താണത്? അവന് കഴുത്തിൽ വലിയൊരു തിലകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാ. ആർക്കും ദുർമാതൃക നൽകാതെ ഈ ഭൂമിയിൽ എല്ലാവർക്കും നല്ല മാതൃക നൽകുവാനായിട്ട്, നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.